ഇനി നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കിപ്പോ ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് എപ്പോഴാണ് ബൗണ്ടഡ് ബിലോ ആവാ, ബൗണ്ടഡ് എബോവ് ആവാ, എപ്പോഴാണ് ടോട്ടലി അതൊരു ബൗണ്ടഡ് സെറ്റ് ആവാ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൗണ്ടഡ് എബോവ് എന്ന് പറയും. ഒരു സെറ്റിന് ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൗണ്ടഡ് ബിലോ എന്ന് പറയും. ആ ഒരു സെറ്റ് ബോത്ത് ബൗണ്ടഡ് എബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ, അതായത് ഒരു അപ്പർ ബൗണ്ടും ഒരു ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ്ലി ആ സെറ്റിനെ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കിപ്പോ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് സപ്പോസ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഡൊമൈൻ ഉണ്ടാവും, റേഞ്ച് ഉണ്ടാവും അല്ലെ. നമ്മൾ ഇതാണ് ഒരു ഫംഗ്ഷൻ എന്ന് വെക്കൂ. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. റേഞ്ച് എന്ന് പറയുമ്പോ ഇവിടെ ഇതിലത്തെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് സെറ്റ് ഉണ്ടാവും. അത് നമുക്ക് എഫ് ഓഫ് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഡിയിൽ നിന്ന് റേഞ്ചിലോട്ട് നമ്മൾ ഇമേജ് സെറ്റിനെ ആർ എന്നാണല്ലോ പറയാം. അപ്പൊ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പോ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ബൗണ്ടഡ് എബവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കൺസിഡർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് സെറ്റിന്റെ കളക്ഷൻ എടുക്കാം. ഓക്കെ, എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷൻ എടുക്കാം. അതായത് ഇറ്റ് വിൽ ബി സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഡി. ഈ ഡി എന്ന് പറഞ്ഞ ഡൊമൈനിലെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എഫ് ഓഫ് എക്സ്. ആ ഇമേജ് സെറ്റിന്റെ കളക്ഷൻ എടുക്കാം. ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ, ഓക്കെ, ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, there exists b element of R such that f of x less than or equal to b for all x element of d. അതായത് ഇമേജ് സെറ്റിനെക്കാട്ടൊക്കെ മുകളിൽ ഒരു എലമെന്റ് നമുക്ക് ഉണ്ട്, ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ബി ആണ് ഈ ഒരു സെറ്റിന്റെ അപ്പർ ബൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് എബവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമേജ് സെറ്റ് ബൗണ്ടഡ് എബവ് ആയാൽ മതി. സോ വി ക്യാൻ സേ ദാറ്റ് f is bounded above. Similarly, if the image set have a lower bound, image set എന്ന് പറയുന്നത് f of x set of all x element of d. ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ we can say that the function is bounded below. നമ്മുടെ ഫംഗ്ഷനും ബൗണ്ടഡ് ബിലോ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഫംഗ്ഷൻ ടോട്ടലി നമ്മുടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ബൗണ്ടഡ് ബിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. എ എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണ്, ഇവിടെ ബി എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഒരു ഫംഗ്ഷന് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ നമുക്കപ്പോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി. ഇങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് പറയാം. ഇതിപ്പോ ഇങ്ങനെ പറയാതെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി for all x element of d b belongs to R. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ, അതായത് ഇപ്പൊ നമ്മളിപ്പോ മോഡുലസ് ഫംഗ്ഷൻ മാറ്റുകയാണെങ്കിൽ നെഗറ്റീവ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണല്ലോ വരിക. അപ്പൊ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടാവും, അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. അപ്പൊ മറ്റേ നമ്മളുടെ ഒരു സെറ്റിന്റെ കേസ് എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫംഗ്ഷന്റെ കേസ് വരുന്നത്. ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്
എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇമേജ് സെറ്റിന്റെ കളക്ഷൻ അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ടോട്ടലി ആ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡിനെ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇൻഫീമത്തിനെ ഇൻഫീമം ഓഫ് എഫ് ഓഫ് ഡി നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്തു എന്ന് വെക്കി. അപ്പൊ നമ്മളിപ്പോ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോ നമുക്കറിയാം ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഒരു ഇമേജ് സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ടോ? അപ്പർ ബൗണ്ട് ഇല്ല. ലോവർ ബൗണ്ട് ഉണ്ടോ? ലോവർ ബൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ അല്ല, പക്ഷെ ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ബിലോ ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മള് വേറൊരു ഫംഗ്ഷൻ ഡി ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈനില് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ + 3. ഇതില് ഇപ്പൊ നമ്മള് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും. അപ്പൊ -1 ആണല്ലോ എക്സിന് കൊടുക്കാൻ പറ്റുന്ന ലോവസ്റ്റ് വാല്യൂ, 1 ആണ് എക്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ. അപ്പൊ നമ്മള് എഫ് ഓഫ് -1 കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്താ വരാം? -1 × 2 -2 2 + 3 എന്ന് പറയുന്നത് 1 വരും. അതുപോലെ തന്നെ എഫ് ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വരും. ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഇത് വരുള്ളൂ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ സുപ്രീമം എന്ന് പറയുന്നത് 5 ആണ്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഇവിടുത്തെ സുപ്രീമം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് 5ഉം ഇൻഫീമം ഓഫ് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ ബൗണ്ട് ഉണ്ട് ഇമേജ് സെറ്റിന്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. F and G are real valued functions defined on a common domain D subset of R and have bounded ranges in R. Then show that നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട്. ഫസ്റ്റത്തെ, if f of x less than or equal to g of x for all x element of D, then supremum of f of D less than or equal to supremum of g of D. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, if f of x less than or equal to g of y for all x, y belongs to D, then supremum of f of D less than or equal to infimum of g of D. കാണുമ്പോൾ നമുക്ക് രണ്ടും ഏകദേശം ഒരേപോലെ തോന്നും. നമ്മുടെ ഈ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? സത്യത്തില് എഫും ജിയും എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. രണ്ടും ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെക്കാട്ടും ചെറുതാണ്. ഫോർ ഓൾ എക്സ് ഡിയിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനെക്കാട്ടും ചെറുതാണ് എങ്കിൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി ഓഫ് ഡി എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ജി ഓഫ് ഡി. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാന്ന് വെക്കും. ഇപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. അതായത് ഇതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിനെക്കാട്ടും ചെറുതാണല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മളുടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫ് ഫംഗ്ഷൻ ഇങ്ങനെയാന്ന് വെക്കും. ഇത് ജി ഓഫ് എക്സ്, ഇത് എഫ് ഓഫ് എക്സ്. ഇതിലത്തെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എക്സിൽ ഏത് ഡൊമൈനിലെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിനെക്കാട്ടും ചെറുതാണ്. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഫംഗ്ഷന്റെ സുപ്രീമോ ഇൻഫീമോ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇപ്പോ ഇതിന്റെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലെ. അതായത് ഇവിടെ ആണ് ഇതിന്റെ ഫസ്റ്റ് ഇമേജ്.
ഇവിടെയാണ് നമ്മളുടെ എഫ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് ജിയുടെ, ഇവിടെ നമുക്ക് ജി വരും. ഓക്കെ, നമുക്ക് എഫിന്റെ സുപ്രീമം എന്ന് പറയുന്നത് ജിയുടെ സുപ്രീമിനെക്കാട്ടും ചെറുതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എഫിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്താണ്. അതായത് എഫിന്റെ ഇമേജ് സെറ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഇതിലത്തെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് എത്രയും ഭാഗമാണ്. ഓക്കെ, അപ്പോ ഇവിടത്തെ ലോവസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലെ. ഇതൊരു അപ്പർ ബൗണ്ട് ആയിരിക്കുമല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഇത് ഇവിടെയാണ് ഒരു അപ്പർ ബൗണ്ട് വരിക. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലുള്ളതൊക്കെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. ഇവിടെയാണ് ഒരു ലോവർ ബൗണ്ട് വരുന്നത്. ഇവിടുന്ന് താഴെയുള്ളതൊക്കെ ലോവർ ബൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ജി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് ഒരു ലോവർ ബൗണ്ട് ആണ്, ഇതും ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, എഫിന്റെ അപ്പർ ബൗണ്ട് ഇവിടെ ഉണ്ട്, ജിയുടെ അപ്പർ ബൗണ്ട് ഇവിടെ ഉണ്ട്. അപ്പോ എഫിന്റെ അപ്പർ ബൗണ്ടിനെക്കാട്ടും വലുതാണല്ലോ ജിയുടെ അപ്പർ ബൗണ്ട്. അതായത് ജിയുടെ സുപ്രീമം എന്ന് പറയുന്നത് എഫിന്റെ സുപ്രീമത്തിനെക്കാട്ടും വലുതാണ്. അതെങ്ങനെയാ നമുക്കതൊന്ന് എഴുതി പ്രൂവ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് set of all f of x such that x element of d. അതുപോലെ തന്നെ g of d എന്ന് പറയുന്നതോ set of all g of x such that x element of d ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? f of x എന്ന് പറയുന്നത് g of x നെക്കാട്ടും ചെറുതാണ്. ഓക്കെ, ജി ഓഫ് എക്സിനെക്കാട്ടും ചെറുതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇനി നോക്കാം, നമ്മൾ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നോക്കാം. ജിയുടെ സുപ്രീമം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീമം ഓഫ് ജി ഓഫ് ഡി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലെ. അതായത് ഇമേജ് സെറ്റിനെക്കാട്ടൊക്കെ ഒരു വലിയ ഒരു ലോവർ ബൗണ്ട്, ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് നമ്മുടെ സുപ്രീമം ഓഫ് ജി ഓഫ് ഡി എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് അല്ലേ, അതിനെക്കാട്ടൊക്കെ വലുതാണ് നമ്മളുടെ ജി ഓഫ് ഡിയുടെ സുപ്രീമം എന്ന് പറയുന്നത്. അപ്പൊ ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി ഓഫ് ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തേ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടുക? f of x less than or equal to g of x less than or equal to supremum of g of d എന്നുള്ളത് കിട്ടും. അതായത് f of x less than or equal to supremum of g of d എന്നുള്ളത് വരും. അതായത് f of x നമ്മളുടെ എഫിന്റെ ഇമേജ് സെറ്റിന്റെ കളക്ഷൻ ആണല്ലോ f of x എന്ന് പറയുന്നത്. അതിലത്തെ ഇമേജിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെക്കാട്ടൊക്കെ വലുതാണ് സുപ്രീമം ഓഫ് ജി ഓഫ് ഡി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എഫ് ഓഫ് എക്സിന്റെ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഡി ആണല്ലോ, അതിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്തെന്ന് പറയാം? സുപ്രീമം ഓഫ് ജി ഓഫ് ഡി എന്ന് പറയാം. ദാറ്റ് ഈസ് സുപ്രീമം ഓഫ് ജി ഓഫ് ഡി ഈസ് അപ്പർ ബൗണ്ട് ഓഫ് f of d. ഓക്കെ, ഇനി f of d യുടെ സുപ്രീമം എന്താ? സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ആരാണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ഡി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സുപ്രീം ഓഫ് ജി ഓഫ് ഡി എന്ന് പറയുന്നത് എഫ് ഓഫ് ഡിയുടെ വേറൊരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി ഓഫ് ഡി.
അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ then supremum of f of d will be less than or equal to supremum of g of d. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് if f of x less than or equal to g of y for all x comma y belongs to d, then supremum of f of d less than or equal to infimum of g of d. ഈ ഒരു കാര്യമാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. ഫോർ y element of d, f of x is less than or equal to g of y for all x element of d. ഈ ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഡിയിലെ ഏതൊരു എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫിന്റെ ഇമേജ് സെറ്റ് ആണ്. ഇമേജ് സെറ്റിലെ ഏത് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ജി ഓഫ് വൈനെക്കാട്ടും ചെറുതാണ്. വിച്ച് ഇംപ്ലൈസ് g of y is an upper bound of f of d. Okay, g of y എന്ന് പറയുന്നത് f of d യുടെ ഒരു upper bound ആണ്. f of d യുടെ ഒരു upper bound തന്നെയല്ലേ supremum of f of d എന്ന് പറയുന്നത്? അതെ, supremum of f of d എന്ന് പറഞ്ഞു കഴിഞ്ഞാലും f of d യുടെ വേറൊരു upper bound ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താ കിട്ടുക? സുപ്രീമം എന്ന് പറയുന്നത് ലീസ്റ്റ് ലോവർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ഡി നമുക്ക് കിട്ടും അല്ലെ. യെസ്. ഇനി ഈ ഒരു സംഭവം നോക്കാം. സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ. ജി ഓഫ് വൈയുടെ കളക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാല് അതിനെക്കാട്ടൊക്കെ ചെറുതാണ് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജി ഓഫ് വൈയുടെ ഒരു ലോവർ ബൗണ്ട് ആണ് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി എന്ന് പറയാലോ. യെസ്, സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ഈസ് ലോവർ ബൗണ്ട് ഓഫ് ജി ഓഫ് വൈ. ഓക്കെ, ഇൻഫീമം ഓഫ് എഫ് ഓഫ് ഡി എന്തായിരിക്കും? ജി ഓഫ് വൈയുടെ ഒരു ലോവർ ബൗണ്ട് ആണ് സുപ്രീമം എഫ് ഓഫ് ഡി. ഇനി ജി ഓഫ് വൈയുടെ ജി ഓഫ് ഡി ഇൻഫീമം ഓഫ് ജി ഓഫ് വൈ എന്ന് പറയുന്നത് ജി ഓഫ് വൈയുടെ വേറൊരു ലോവർ ബൗണ്ട് ആണല്ലോ. അതെ, ഇപ്പൊ സുപ്രീമം എഫ് ഓഫ് ഡി എന്ന് പറയുന്നതും ഇൻഫീമം ഓഫ് ജി ഓഫ് വൈ എന്ന് പറയുന്നതും ലോവർ ബൗണ്ട് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇൻഫീമം ഓഫ് ജി ഓഫ് വൈ എന്ന് പറയുന്നത് ആരാണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കപ്പൊ എന്ത് എഴുതാം? സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫീമം ഓഫ് ജി ഓഫ് വൈ. ഇപ്പോ നമ്മളൊരു വൈ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് എടുത്തേ, അപ്പൊ നമുക്ക് ഡൊമൈനിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ആണെങ്കിൽ then we will have supremum of f of d less than or equal to infimum of g of d. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Let d be a non-empty set of real numbers and let f and g are functions defined on x and have bounded ranges in R. Show that supremum of f of x plus g of x less than or equal to supremum of f of x plus supremum of g of x. Give an example to show that the above inequality can be either equality or strict inequality. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? ഒരു നമ്മളുടെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് ഡി. എഫും ജിയും എക്സിൽ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണ്. രണ്ടിനും റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സുപ്രീമം ഓഫ് ജി ഓഫ് എക്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഇക്വാളിറ്റി ഇറ്റ് ക്യാൻ ബി ഐദർ ഈക്വാലിറ്റി ഓർ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആകുന്ന ഒരു എക്സാമ്പിളും കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോ നമുക്ക് നോക്കാം. അന്നേരം നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാം.
supremum of f of x plus g of x less than or equal to supremum of f of x plus supremum of g of x. f ഉം g ഉം എന്ന് പറയുന്നത് ബൗണ്ടഡ് ഫങ്ഷൻസ് ആണല്ലോ. അപ്പോ ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് സുപ്രീമം. അപ്പൊ എഫിന്റെ സുപ്രീമത്തിനെ നമ്മൾ u1 എന്ന് വിളിക്കാം. ഓക്കെ, സുപ്രീമം ഓഫ് f of x equal to u1. ഇനി അതുപോലെ തന്നെ സുപ്രീമം ഓഫ് g of x എന്ന് പറയുന്നത് u2 എന്നും ഞാൻ കൺസിഡർ ചെയ്യും. ഓക്കെ, എഫ് ഓഫ് എക്സിന്റെ സുപ്രീമം ആണ് u1 എന്ന് പറഞ്ഞല്ലോ. അതായത് f of x will be less than or equal to u1 for all x element of d. അതുപോലെ തന്നെ g of x ന്റെ സുപ്രീമം ആണ് u2 എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? g of x will be less than or equal to u2 for all x element of d. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ഇൻഇക്വാളിറ്റീസും തമ്മിൽ സം ചെയ്യാൻ വെക്കും. അപ്പൊ എന്താ വരാ? f of x plus g of x less than or equal to u1 plus u2 for all x element of d. Okay. അപ്പൊ ഇവിടെ നോക്കാം, f of x plus g of x is less than or equal to u1 plus u2. അപ്പൊ നമുക്ക് ഈ u1 plus u2 എന്ന് പറയുന്നത് ഈ f of x plus g of x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. യെസ്, ദാറ്റ് ഈസ് u1 plus u2 is upper bound of ഈ ഒരു ഫംഗ്ഷന്റെ സെറ്റ് f of x plus g of x such that x element of t. അപ്പൊ ഈ ഒരു കളക്ഷന്റെ അപ്പർ ബൗണ്ട് ആണ് u1 plus u2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെറ്റിന് എന്തായാലും ഒരു സുപ്രീമം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ആ സുപ്രീമത്തിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാ? സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് അല്ലെ. ഇതും എന്തുതന്നെയാണ്? നമ്മളുടെ ഈ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. ഇതും ഒരു അപ്പർ ബൗണ്ട് ആണ്, ഇതും ഒരു അപ്പർ ബൗണ്ട് ആണ്. ഇതൊരു സുപ്രീമം ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റുക? സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് g of x is less than or equal to u1 plus u2 എന്ന് പറയാനായിട്ട് പറ്റും അല്ലെ. u1 എന്ന് പറയുന്നത് ആരാണ്? സുപ്രീമം ഓഫ് f of x. u2 എന്ന് പറയുന്നത് ആരാണ്? സുപ്രീമം ഓഫ് g of x. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? സുപ്രീമം ഓഫ് f of x plus g of x is less than or equal to supremum of f of x plus supremum of g of x. Hence the proof. ഇനി നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ ഈക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 f of x എന്ന് പറയുന്നത് x² g of x എന്ന് പറയുന്നത് 2x ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, f of x എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആയാലും g of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയാലും ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 ആണ്. അപ്പൊ നമ്മളുടെ f of x ന്റെ സുപ്രീമം എന്താ വരാന്നുള്ളത് നോക്കാം. സുപ്രീമം ഓഫ് f of x എന്താ? സുപ്രീമം ഓഫ് f of x എന്ന് പറയുന്നത് 1 വരും. ഇനി അതുപോലെ തന്നെ g of x ന്റെ നോക്കാം. സുപ്രീമം ഓഫ് g of x. സുപ്രീമം ഓഫ് g of x എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് സമ്മപ്പ് ചെയ്യാം. സുപ്രീമം ഓഫ് f of x plus supremum of g of x equal to 1 plus 2 which will be equal to 3. ഇനി നെക്സ്റ്റ് നമുക്ക് f of x plus g of x കൺസിഡർ ചെയ്യാം. f of x
പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷന്റെ സുപ്രീമം എന്താ വരിക? സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? വിച്ച് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് 2 3 വരും അല്ലെ. ഇതിന്റെ സുപ്രീമം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോ ഈ രണ്ട് ഇനിക്വാളിറ്റീസ് നോക്കൂ. സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും 3 ആണ്. സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും 3 ആണ്. അപ്പോ നമ്മള് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ഇൻ ദ ഡൊമൈൻ -1 to 1 നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സുപ്രീമം ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് എപ്പോഴാണ് ഒരു സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഈ -1 1 എന്നുള്ള ഒരു ഇന്റർവെല്ല് മാറ്റിയിട്ട് ഞാൻ -2 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവെൽ ആണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ എഫ് ഓഫ് എക്സിന്റെ സുപ്രീമം എന്താ വരിക? സുപ്രീമം നമുക്ക് 4 വരും അല്ലെ. അതുപോലെ തന്നെ ജി ഓഫ് എക്സിന്റെ സുപ്രീമം എന്ന് പറയുന്നത് നമുക്ക് 2 തന്നെയാണ് വരിക. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്താലോ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സുപ്രീമം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3. ഇനി സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സുപ്രീമം ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 4 പ്ലസ് 2 വിച്ച് വിൽ ബി 6. അപ്പോ ഈ രണ്ടും ഈ ഇക്വാലിറ്റീസ് തമ്മിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. സെപ്പറേറ്റ് സം ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ്. അപ്പോ supremum of f of x plus g of x will be less than or equal to supremum of f of x plus supremum of g of x. അപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആകുന്ന കേസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സുപ്രീമം ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു supremum of f of x plus supremum of g of x.